തൃശൂർ പാവറട്ടി കാഞ്ഞാണി റോഡിലെ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് റോഡ് കുത്തിപ്പൊളിച്ചതാണ് കുഴികൾക്ക് കാരണം. പ്രശ്നത്തെ ചൊല്ലി നിരവധി പരാതികൾ അറിയിച്ചിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാവറട്ടിയിൽ നിന്ന് കാഞ്ഞാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലെ കാഴ്ചകളാണിത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ച് പലരും ഇതിനോടകം അപകടത്തിൽപ്പെട്ടു. പക്ഷേ വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി. ഒരു വാഹനം കൊണ്ട് പുറത്തിറങ്ങിയാൽ മുല്ലശ്ശേരി സെന്ററിൽ പലപ്പോഴും കാഞ്ഞാണി സെന്ററിനേക്കാൾ വലിയ ഗതാഗത കുരുക്കുകൾ പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. വളരെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗത്ത് മാത്രമാണ് ഇത്ര മാത്രം കേടുപാടുകൾ റോഡുകൾക്കുള്ളത്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ മെയിൻ റോഡിന്റെ പൂർണ്ണമായ തോതിലുള്ള ടാറിങ് ആവശ്യമാണ്. 8 വർഷം മുൻപ് അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് കുത്തിപ്പൊളിച്ചതോടെയാണ് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത്. പിന്നീടുള്ള ഓരോ കാലവർഷത്തിലും കുഴികൾ വലുതായി. പല ഘട്ടങ്ങളിലായി ചില ഭാഗങ്ങൾ നന്നാക്കിയെങ്കിലും മഴ പെയ്താൽ വീണ്ടും ഇതുതന്നെ അവസ്ഥ. കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണാണ് അപകടങ്ങളിൽ ഏറെയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പല പ്രതിഷേധ പരിപാടികളും ഇതിൻ്റെ പേരിൽ നടന്നു. പക്ഷേ PWD തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റി പുതിയ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുല്ലശ്ശേരി സെന്ററിനോട് ചേർന്നുള്ള കുഴികൾ മൂലം പ്രദേശത്ത് ഗതാഗത കുരുക്ക് പതിവാണ്. കരുവന്തല സെന്ററിനോട് ചേർന്നും ഏനാമാവ് കടവ് സ്റ്റോപ്പിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർക്ക് തലവേദനയായ റോഡിനെ ചൊല്ലി നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടകം നടന്നു. എന്നാൽ ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ തുടരുകയാണ്. പരാതി പറഞ്ഞു മടുത്തതിനാൽ ഇനി മറ്റ് മാർഗങ്ങൾ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ തൃശൂർ പാവറട്ടി കാഞ്ഞാണി റോഡ് ശരിയാകാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, തൃശൂർ.